ഹലോ ഗൈസ്, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ നല്ല വൈബുള്ള ഒരു കൂട്ടുകാരെ വേണമെന്ന്. ആക്ച്വലി വേൾഡ് ഫേമസ് റൈറ്ററായ എലൻ ജി വൈറ്റ് എന്ന ഒരു എഴുത്തുകാരി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ്. ആ എഴുത്തുകാരി പറയുന്നത്, പ്രാർത്ഥന എന്നാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിന് മുന്നിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ പല രീതിയിലുള്ള മാസ്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അവരോട് സംസാരിക്കാറുള്ളത്. പക്ഷെ പ്രാർത്ഥന എന്നാൽ അതല്ല. നമ്മുടെ ഇന്നർ ഫീലിങ്സ്, ഇൻസെക്യൂരിറ്റീസ്, പിന്നെ നമ്മുടെ ഫെയിലിയേഴ്സ്, ഇതൊന്നും ഒളിച്ചു വയ്ക്കാതെ നമ്മുടെ അൾട്ടിമേറ്റ് ബെസ്റ്റിയായ ദൈവത്തോട് പറയുന്ന ഒരു പ്രോസസ്സാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പല യൂത്തിനുള്ള ഒരു ഡൗട്ടാണ്, ദൈവത്തിനെല്ലാം അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൈഫിലെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും നമ്മുടെ കൂടെ നിൽക്കുവാൻ ദൈവത്തെ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലൊക്കെ ഇതിന് മാസ് എക്സാമ്പിളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണുവാനായിട്ട് കഴിയും. സ്വന്തം സങ്കടമെല്ലാം വെൻ്റ് ഔട്ട് ചെയ്ത ഹന്ന, ദൈവത്തോട് ഫേസ് ടു ഫേസ് സംസാരിച്ച മോശെ, ഇവരൊക്കെ ദൈവത്തെ കണ്ടത് ഒരു ബോസായിട്ടല്ല, ഒരു ട്രൂ ഫ്രണ്ടായിട്ടാണ് യേശുക്രിസ്തുവിനെ അവർ കാണുന്നത്. ഈവൻ ജീസസ് പോലും തൻ്റെ ലൈഫിലെ ഏറ്റവും ടഫായ സമയത്ത് പിതാവായ ദൈവത്തോട് തൻ്റെ സ്ട്രെസ്സും പെയിൻസും ഒക്കെ ഷെയർ ചെയ്തത് ഈ ഒരു ഡീപ്പർ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഓക്സിജൻ എങ്ങനെയാണ്, അതുപോലെയാണ് നമ്മുടെ ആത്മാവിന് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്രെത്ത് ഓഫ് ദ സോൾ എന്നൊക്കെ വിളിക്കുന്നത്. ഒരു ട്രൂ ഫ്രണ്ടിന് മുന്നിൽ നമുക്ക് ഓവർ ആക്ടിങ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ നമ്മുടെ റിയൽ ആയിട്ടുള്ള ടെൻഷനും ഹാപ്പിനെസ്സും ഒക്കെ ദൈവത്തോട് നാം ഓപ്പണായിട്ട് അങ്ങ് പറയുക. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ഒരു ബോറിംഗ് ടാസ്ക് ആയിട്ടല്ല, ഒരു റിലീഫായിട്ട് നമുക്ക് തോന്നും. എലൻ വൈറ്റ് എന്ന എഴുത്തുകാർ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ കയ്യിൽ ഫെയ്ത്ത് എന്ന താക്കോൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വർഗീയ ഭണ്ഡാരപ്പുരകൾ നമുക്കായിട്ട് തുറക്കപ്പെടും എന്നാണ്. സോ പ്രാർത്ഥന ഒരു ബോറൻ ഡ്യൂട്ടിയായിട്ട് കാണാതെ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആ ഒരു ബിഗ് ഫ്രണ്ടിനോടുള്ള ഒരു സ്വീറ്റ് കോൺവെർസേഷനാക്കി നമുക്കത് മാറ്റുവാനായിട്ട് കഴിയും. അങ്ങനെ ആകുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തോട് കൂടുതൽ അടുത്ത ഒരു കാര്യമായിട്ട് മാറും. ഗോഡ് ബ്ലെസ്.